ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ചെറിയ ബ്രേക്കിന് ശേഷമുള്ള എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വന്നുപോയി. അപ്പം ബർത്ത്ഡേ വിഷസ് പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ബർത്ത്ഡേ വിഷസ് വന്നത് കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാമിലാവട്ടെ യൂട്യൂബിലാവട്ടെ, എനിക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയ കുറേ ഫ്രണ്ട്സ് എനിക്ക് വാട്സാപ്പിലൊക്കെ നമ്മൾ കോൺടാക്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒത്തിരി പേര് എനിക്ക് വിഷ് ചെയ്തു കേട്ടോ. അതൊക്കെ എൻ്റെ ലൈഫിലെ വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഇന്ന് ആദ്യം തന്നെ താങ്ക് യു പറയാം. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുറച്ച് കുർത്താസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അതും എന്നോട് ഒത്തിരി പേര് ചോദിച്ച കുർത്താസാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന്. അതായത് ഞാൻ ചിലപ്പം ഓരോ ദിവസം ഓരോ കുർത്തയൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവർക്കും കൂടുതലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ കൂടുതലും അവരവരുടെ മക്കൾക്ക് വേണ്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാനോ ഉള്ള ആ ഒരു ലേഡീസ് ഗ്രൂപ്പാണ് എൻ്റെ വ്യൂവേഴ്സ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കൂടുതൽ പേര് എൻ്റെ അടുത്ത് കുർത്ത ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആവട്ടെ എന്ന്. പിന്നെ കുറേ പഴയ പർച്ചേസിൻ്റെ ഒക്കെ എൻ്റെ അടുത്ത് ലിങ്ക് ചോദിക്കുമ്പം മുന്നേ എനിക്ക് ഓർമ്മയുണ്ട്, മിന്ത്രയിലൊക്കെ നമ്മൾ ഒത്തിരി വർഷം പഴയത് വാങ്ങിച്ചാലും ആ ലിങ്ക് നമുക്ക് കിട്ടുമായിരുന്നു. ഇങ്ങനെ തപ്പി 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 പോയാൽ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ എന്തൊരു പുതിയ സംഭവമാണ്, ഒരു പെർട്ടിക്കുലർ ടൈമിന് പുറകിൽ നമ്മൾ വാങ്ങിച്ച കുറേ ഐറ്റംസിനൊന്നും ലിങ്ക് കിട്ടാനില്ല. അപ്പോൾ എന്നോട് ചോദിച്ച കുറേ പേരുണ്ട് കേട്ടോ. കുറേ ഡ്രസ്സിൻ്റെയൊക്കെ ലിങ്ക് ചോദിച്ചിട്ട് അതെനിക്ക് കൊടുക്കാൻ പറ്റാതായ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു റീസെൻറ്റ് പർച്ചേസിൽ എല്ലാവരും ചോദിച്ച കുറച്ച് കുർത്താസൊക്കെ ഇന്ന് കൊണ്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് തന്നെയാണ്. ഈ ഡ്രസ്സ് ഒരുപാട് പേര് അന്വേഷിച്ചൊരു ഡ്രസ്സാണ്. എനിക്കും ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഓൺലൈൻ പർച്ചേസ് അല്ല, ഇതൊരു ബുട്ടീക്കിന് ഞാൻ നാട്ടിൽ പയ്യന്നൂർ ഒരു ബുട്ടീക്കിന് വാങ്ങിച്ചതാണ്. നൈഷ് ബ്രൈഡൽ ബുട്ടീക്ക് സ്റ്റുഡിയോ, ഇതാണ് ആ ഒരു സ്റ്റുഡിയോൻ്റെ പേര്. ഇത് പയ്യന്നൂരിൽ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ആ കോംപ്ലക്സിൽ തന്നെയുള്ളൊരു ബുട്ടീക്കാണ് കേട്ടോ. അവരുടെ അടുത്ത് കുറേ ഒരു കുഞ്ഞു ഷോപ്പാണ്, പക്ഷെ അവർക്ക് കുറേ നല്ല അടിപൊളി കളക്ഷൻസ് അവർ വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും പയ്യന്നൂർ പോകുമ്പോൾ ഞാൻ അവരുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ കോട്ടൺ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമുക്കത് വെയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഇപ്പം നാട്ടിലെ വെതറിനാവട്ടെ എവിടെയാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ എനിക്ക് കൂടുതലും കോട്ടൺ ഡ്രസ്സുകളിടാനാണ് ഇഷ്ടം. അപ്പം എൻ്റെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളതും എനിക്ക് കോട്ടൺ ഡ്രസ്സുകൾ തന്നെയാണ്. അപ്പം അതിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ഡ്രസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ആദ്യം എനിക്ക് കോട്ടൺ ഡ്രസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് ഭയങ്കരമായിട്ട് തടി കാണുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇതിനൊരു ഡീപ്പ് വി നെക്ക് കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി തടി കുറഞ്ഞ് കാണുന്ന ഒരു ഡ്രസ്സാണിത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ലെഗിൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളിതിനെ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് വെയർ ചെയ്യാം. പക്ഷെ ഞാൻ സാധാരണ ട്രാവലിംഗ് ടൈമിലാവട്ടെ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴാകട്ടെ ഞാനൊരു നീ ലെങ്ത്തുള്ള ഷോർട്സ് ആണ് കേട്ടോ അകത്ത് യൂസ് ചെയ്യാറ്. കാരണം ഞാൻ കൂടുതലും ഡ്രസ്സൊക്കെ ഇടുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഒരു ത്രീ ഫോർത്ത് അല്ല, ഒരു എൽബോ ലെങ്ത്തുള്ള സ്ലീവ്സ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രിന്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ ഒരു കളറ് കൂടി. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 1500 അടുത്ത് റേറ്റ് ഉണ്ട്. അതായത് 1300 to 500 അടുത്ത് റേറ്റ് ഉള്ളൊരു കുർത്തയാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ ഇത്രയും. കാരണം ഞാൻ യൂഷ്വലി മിന്ത്രയിൽ ഡ്രസ്സുകൾ വാങ്ങിക്കുമ്പം ഈ ഒരു റേഞ്ചിലൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഈ ഒരു ബീഡ്സ് വർക്ക് ആവട്ടെ കാര്യങ്ങളൊക്കെ ആകുമ്പം ഡ്രസ്സിന് കുറച്ചുകൂടി റിച്ച് ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കുഞ്ഞു ബർത്ത്ഡേ പാർട്ടീസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ നമുക്കിത് ഇട്ട് പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് കൂടിയാണ്. പിന്നെ കംഫർട്ടബിൾ, അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഡ്രസ്സ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതാണ് അതിൻ്റെ ഒരു റേറ്റ്. പിന്നെ ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് കേട്ടോ. നമുക്ക് അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാനിതിൻ്റെ അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അവരുടെ ഫോൺ നമ്പർ എൻ്റെ അടുത്തില്ല, പക്ഷെ അവരുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യാമല്ലോ. അപ്പം ഇതാണ് ഞാൻ ആദ്യം കാണിക്കുന്ന ഒരു ഡ്രസ്സ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ് കേട്ടോ. ഇതിൻ്റെയും യൂഷ്വലി എൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊരു കുർത്തയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു കുർത്തയല്ല, ഇതും ഒരു ഡ്രസ്സാണ് കേട്ടോ.
ഇത് മിന്ത്രയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 899 എന്തോ ആണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ്. ഈ ഒരു സ്ലീവ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് റെസ്റ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. റെസ്റ്റ് ഓറഞ്ച് അങ്ങനത്തെ ഒരു ബ്രാൻഡാണ് കേട്ടോ. പിന്നെ ഈ ഒരു കളറും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം യാത്രയുടെ തൊട്ട് മുന്നേ വാങ്ങിച്ച ഒരു പർച്ചേസിൽ വന്നൊരു ഡ്രസ്സായത്. പിന്നെ നാത്തുവിൻ്റെ കല്യാണ തലേന്ന ദിവസവും ഉള്ള വീഡിയോയിൽ ഞാൻ ആദ്യം ഇവിടുന്ന് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇട്ട ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ കുറേ പേർ എന്നോട് ഇത് കുർത്തയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുക്കിംഗ് വീഡിയോസിൽ എനിക്കൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതൊരു പ്യുവർ കോട്ടൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്യുവർ കോട്ടൺ അല്ല, എന്തോ ഒരു മിക്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയലേ അല്ല കേട്ടോ. കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക, എല്ലാം ഇതൊരു ലാർജ് സൈസ് ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ സൈസൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ എല്ലാ ഡ്രസ്സും അല്ലെങ്കിൽ എല്ലാ ബ്രാൻഡും എനിക്ക് ഇന്ന സൈസ് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഞാൻ എക്സൽ വാങ്ങിക്കാറുണ്ട്, ചിലപ്പം ലാർജ് വാങ്ങിക്കാറുണ്ട്. അതിന് താഴോട്ട് വരാറില്ല കേട്ടോ. പണ്ടൊക്കെ മീഡിയം ആയിരുന്നു, ഇപ്പം മീഡിയം സീനില്ല. ഇപ്പം മിനിമം എനിക്ക് ലാർജ് വേണം അല്ലെങ്കിൽ എക്സൽ വേണം. അപ്പം ഇതാണ് അങ്ങനെ ഒരു ഡ്രസ്സ്. ഇതിൻ്റെയും ലെങ്ത് ബിലോ നീ ലെങ്ത് ഉണ്ട്. ഇതിനും നമ്മൾ കൂടുതലും ഞാനിതിന് ഷോർട്സ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതൊരു എന്താ പറയുക, അങ്ങനെ നല്ല കാറ്റൊക്കെ അങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ഡ്രസ്സൊന്നും അല്ല. പിന്നെ ഇതെനിക്ക് തോന്നുന്നു കുറച്ച് തടി കാണിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇവിടെ ഫ്രിൽസ് വന്ന് ഇതിന് അങ്ങനെ ഒരു ഡീപ്പ് വിയോ കാര്യങ്ങളൊന്നുമില്ല. നെക്ക് ഇതുപോലത്തെ ഒരു നെക്കാണ്. ബാക്ക് വന്നിട്ട് ഇതുപോലെയാണ്. ബാക്ക് എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. ബാക്ക് ക്ലോസ്ഡ് ആണ്. പിന്നെ ഫ്രണ്ട് വന്നിട്ട് ഡീപ്പ് വിയും കാര്യങ്ങളൊന്നും അല്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ നെക്ക്. പിന്നെ വന്നിട്ട് ഇവിടെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രിൽസ് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ തടി കാണിക്കും. പക്ഷെ മെറ്റീരിയൽ ആൻഡ് കളർ സൂപ്പറാണ് കേട്ടോ. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാനിവിടെ താഴെ. പിന്നെ ഈ ഡ്രസ്സിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ, ഈ ഡ്രസ്സിനൊരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പോക്കറ്റിലുള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ട്രാവൽ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണൊക്കെ വെക്കാനും അങ്ങനെയൊക്കെ ഒരു പോക്കറ്റിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊരു ഒരു സൈഡിൽ പോക്കറ്റുള്ള ഡ്രസ്സാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇല്ല, ഒരു സൈഡിൽ പോക്കറ്റുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കണ്ടാലോ. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഡ്രസ്സ്. ഇത് ഞാൻ ഈയിടയ്ക്ക് മഹേഷിന്റെ കല്യാണത്തിന് ജസ്റ്റ് മുന്നേ വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. ഇതെന്താണെന്നറിയോ, ഇതൊരു കുർത്ത സെറ്റാണ് കേട്ടോ. ഇതിന്റെ ബ്രാൻഡിന്റെ പേര് കാളിനി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, ഫ്രം മിന്ത്ര. ഇതിന് ഞാൻ 699 ആണ് കേട്ടോ ഇതിന് പേ ചെയ്തത്. എനിക്ക് പിങ്ക് കളർ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതും പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. അതിൽ തന്നെ കുറച്ചുകൂടി ലൈറ്റ് പിങ്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ എനിക്ക് കുർത്താസ് വാങ്ങിക്കുന്നതിനേക്കാളും കുർത്ത സെറ്റ് വാങ്ങിക്കുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ. കാരണം അതിനാണെങ്കിൽ വിത്ത് നമുക്ക് ഒരു ബോട്ടം വരുമല്ലോ. അപ്പം ഞാൻ സാധാരണ കുർത്താസ് വാങ്ങിക്കാറ് വളരെ കുറവാണ്. ഡ്രസ്സുകൾ വാങ്ങിക്കാറുണ്ട്, കുർത്ത സെറ്റ്സ് ആണ് കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. ഇതിന് ദുപ്പട്ട ഇല്ല, ഇത് ദുപ്പട്ട ഇല്ലാത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു 699 അല്ലേ, അപ്പോൾ എനിക്കൊരു സെറ്റ് വരികയാണ്. എനിക്ക് വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻസിനും കാര്യത്തിനൊക്കെ ട്രാവൽ ഉണ്ടായിരുന്നല്ലോ കല്യാണത്തിന് മുന്നേ. ഞാൻ ആ ഒരു സമയത്ത് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ. അതാ ഇതിന് പ്യുവർ കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ. പിന്നെ ഇതിൻ്റെ സ്ലീവ്സിനൊക്കെ വന്നിട്ട് ചെറിയൊരു പഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്, അതായത് ബോട്ടമും കുറച്ചൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇവിടെയും ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവര്. പക്ഷെ ഒരു പട്ടിയാല ലുക്കും അല്ല. പട്ടിയാല പോലെ ഞാൻ സാധാരണ പട്ടിയാല പാൻസ് ഇപ്പം യൂസ് ചെയ്യാറില്ല. മുന്നേ ഒക്കെ പട്ടിയാല പാൻറ്റൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പട്ടിയാല പാൻറ് ഇപ്പോൾ ഉള്ള എൻ്റെ ഫിഗറിന് ഞാൻ ഒരുപാട് തടി കാണുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇതൊരു പട്ടിയാലയല്ല, എന്നാലും അവിടെ ചെറിയൊരു ഫ്രിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു പാൻറ്റാണ്. അതുപോലെ തന്നെ സ്ലീവ്സ് കണ്ടോ, സ്ലീവ്സിനും ഇവിടെ ഒരു പഫൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു എൽബോ ലെങ്ത്തിലുള്ള സ്ലീവ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഇതുപോലത്തെ ഷോ ബട്ടൺസും അതിന് ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ഡീപ്പായിട്ടുള്ള നെക്കും കാര്യങ്ങളൊന്നും അല്ല. നെക്ക് ഇതുപോലത്തെ നെക്കാണ്. ബാക്ക് ക്ലോസ്ഡ് ആണ് കേട്ടോ, ബാക്കൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതൊരു കോട്ടൺ ഡ്രസ്സാണ് കേട്ടോ, 100% കോട്ടൺ ആണ്. അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പം കളർ പോകുന്നതോ ഒന്നുമില്ല. ഞാനിത് മെഷീൻ വാഷ് ചെയ്തൊരു ഡ്രസ്സ് കൂടാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നും ഒക്കെ താഴെ കമന്റിൽ പറയാൻ മറക്കരുത്. ഈ ഡ്രസ്സ് വന്നിട്ട് ഓൺലൈൻ പർച്ചേസ് ഒന്നുമല്ല, ഞാനിവിടെ ദാവൺഗിരിയിൽ റിലയൻസ് ട്രെൻഡ്സിൽ വാങ്ങിച്ചാണ് കേട്ടോ. ഇത് റിലയൻസ് അവരുടെ തന്നെ അവാസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഡ്രസ്സാണ്. ഇത് ഞാൻ വാങ്ങിച്ച സൈസ് എക്സൽ ആണ്. ഞാനിത് എക്സൽ വാങ്ങിക്കാനുള്ള കാരണം എനിക്ക് എക്സൽ ഇത് കുറച്ച് ലൂസാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടി ലൂസ് ഫിറ്റിംഗുള്ള ഡ്രസ്സാണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യാറ്. പിന്നെ അത് മാത്രമല്ല
നമ്മൾ ലാർജ് ഞാൻ ലാർജും വെയർ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ലാർജ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടം വെയർ വരുമ്പോൾ ഇതാണെങ്കിൽ എനിക്ക് കറക്റ്റ് ആണ്, പക്ഷെ ലാർജിന്റെ പാൻറ് വരുമ്പം അത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു സൈസ് വലുത് വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ, ഇതുപോലത്തെ കുർത്ത സെറ്റ്സ് വാങ്ങിക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഇനി ഒത്തിരി ലൂസായിട്ടാണെങ്കിൽ ഞാൻ അതിന് അടുത്ത ഏതെങ്കിലും ടൈലേഴ്സിന് എടുത്ത് കൊടുത്തൊന്ന് ഒരു സ്റ്റിച്ച് ചെയ്യിപ്പിക്കും, ഒരു ജസ്റ്റ് ഒന്ന് ബോഡി ഷേപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രസ്സിന് എനിക്ക് ബോഡി ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ഡ്രസ്സ് വാഷ് ചെയ്തപ്പോഴേക്കും ഇപ്പോൾ ഇതെൻ്റെ കറക്റ്റ് സൈസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിത് ഫസ്റ്റ് ടൈം ട്രിവാൻഡ്രത്താണ് വെയർ ചെയ്തത്. അപ്പോൾ അന്ന് എനിക്കിത് ഭയങ്കര ലൂസായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ 2 പ്രാവശ്യം വാഷ് ചെയ്തപ്പോഴേക്കും സംഭവം ഇപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഡ്രസ്സ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കുർത്ത സെറ്റ് കൂടെ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്കാണെങ്കിലും റിലയൻസ് ട്രെൻഡ്സിൽ മിക്കവാറും റിലയൻസ് ട്രെൻഡ്സിൽ ഇത് ഞാൻ മുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പോയപ്പോഴാണ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് അവിടെ കണ്ടത് കേട്ടോ. അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ റിലയൻസ് ട്രെൻഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുർത്ത സെറ്റ്സ് ഒക്കെ അവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലേക്കും ഡെയിലി കോളേജിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു റേഞ്ചിൽ പാൻറ്റും അതുപോലെ തന്നെ ഒരു ബോട്ടം അതുപോലെ തന്നെ ടോപ്പും കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്കത് ലാഭമാണ്. പിന്നെ നമുക്ക് വിശ്വാസമുള്ള ബ്രാൻഡൊക്കെ ആണെങ്കിൽ കളർ പോവില്ല. ഇപ്പം ഇതാണെങ്കിലും ഞാൻ മെഷീനിൽ വാഷ് ചെയ്തു, അതുപോലെ തന്നെ കളർ പോകുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ജസ്റ്റ് കുറച്ചൊന്ന് ഷ്രിങ്ക് ആയിട്ടുണ്ട്, അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നെക്ക് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ നെക്ക്. പാൻറ്റിന് പോക്കറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ബാക്ക് വന്നിട്ട് ബാക്കും ക്ലോസ്ഡ് ആണ്. ഇതാണ് ഡ്രസ്സ്. ഇതാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ച വേറൊരു ഡ്രസ്സ്. എനിക്ക് ഈ ഫ്ലോറൽ പ്രിന്റുള്ള ഡ്രസ്സിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യം ചൂസ് ചെയ്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. അതിന് ശേഷമാണ് ആ ഒരു ഡ്രസ്സ്. എനിക്ക് തോന്നുന്നു അതിലെന്തോ ഓഫർ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതിനും സെയിം റേറ്റ് ആണ്, 899 ആണ് ഇതിൻ്റെ റേറ്റ്. ഉണ്ടോ, ഇതും എനിക്ക് ഫ്ലോറൽ പ്രിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനും സെയിം പാൻറ്റിന് പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന് 3/4 ലെങ്ത്തിൽ സ്ലീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ പാൻറ് വന്നിട്ട് കുറച്ചുകൂടി ഇറക്കം കുറവാണ് കേട്ടോ. പാൻറ്റിന് ഭയങ്കര ഇറക്കമില്ല. പാൻറ് കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു പാൻറ്റാണേ. ഇതൊരു പാരലൽ പാൻറ് പോലത്തെ, അതായത് പലാസോ അല്ല, പക്ഷെ ഒരു പാരലൽ പാൻറ് പോലത്തെ ഒരു പാൻറ്റാണ് കേട്ടോ. പാൻറ്റിനും ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുന്നത് നല്ല ലാഭമുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, എൻ്റെ പ്രായത്തിലുള്ള എന്നെക്കാളും ചെറിയ എൻ്റെ അനിയത്തിക്കുട്ടിമാരോട് ഞാൻ പറയുകയാണെ, നിങ്ങൾ ഫ്ലോറൽ പ്രിന്റുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നല്ല ട്രെൻഡി ആയിട്ട് കാണും കേട്ടോ. അതായത് ഒത്തിരി പൂക്കൾ വേണമെന്നല്ല ഞാൻ പറയണേ, പക്ഷെ കുറച്ചൊക്കെ ഫ്ലോറൽ പ്രിന്റുള്ള കളക്ഷൻസൊക്കെ നിങ്ങൾ എപ്പോഴും വാങ്ങിച്ച് വെക്കണം കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയാണ്. അതൊന്നും എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആവില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ ഒത്തിരി അങ്ങ് തടി കാണാത്തൊരു മെറ്റീരിയലാണ്. അത് മാത്രമല്ല, അതെ, തടി കാണാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ. കാരണം ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ ഒന്നുമല്ല. പിന്നെ ഇത് കുറച്ചുകൂടി ഡീപ്പ് വി നെക്കാണ്. അപ്പോൾ ഇതിന് എന്താ പറയുക, ഡീപ്പ് വീനൊക്കെ ആയതുകൊണ്ട് തന്നെ, കുറച്ചധികം ഡീപ്പ് ആയതുകൊണ്ട് തന്നെ അത് പ്രശ്നമുള്ളവർക്ക് നമുക്കൊരു സ്ലിപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ കവർ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ സാധാരണ അതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഈ അപ്പർ പോർഷൻ, പിന്നെ അതുപോലെ തന്നെ ഈ സ്ലീവ്സിൽ അവർ നല്ല ഒരു വർക്ക്സോ അതായത് പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിന് ഞാൻ അട്രാക്റ്റഡ് ആയ ഒരു കാര്യം. പിന്നെ ഇതും സെയിം, ഞാൻ ആദ്യം രണ്ടാമതോ മൂന്നാമതോ കാണിച്ച ഒരു ഡ്രസ്സിൻ്റെ സെയിം ബ്രാൻഡാണ് കേട്ടോ. റെസ്റ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഡ്രസ്സാണിത്. പിന്നെ എനിക്ക് എല്ലാവരെ പോലെയും ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. അതിങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇതിന് റേറ്റ് വന്നിട്ട് 1000 റുപ്പീസ് ആയിരുന്നു ഞാൻ അന്ന് ഇതിന് കൊടുത്തത്. പക്ഷെ ഞാൻ ഇതിൻ്റെ ലിങ്ക് നോക്കി, ഇതേ മെറ്റീരിയലുള്ള വേറെ കുറേ ഡ്രസ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ ദ സെയിം ഡ്രസ്സ് ഇന്ന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മിന്ത്രയിൽ. ഞാനിത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ വേറെ ഡ്രസ്സിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ്. പിന്നെ ഇതിൻ്റെ പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്, ഒത്തിരി വലിയ പോക്കറ്റ് ഇല്ല, പോക്കറ്റ് കുറച്ച് ചെറുതാണ്. ഫോണൊക്കെ ഈ പോക്കറ്റിൽ ഇടുകയാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ പോക്കറ്റ് ഉണ്ട്. ഫോൺ ഇടുകയാണെങ്കിൽ ഫോൺ കുറച്ച് ഭാഗം പുറത്തുണ്ടാവും. ഇത്രയേ ഉള്ളൂ പോക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലും ഫുൾ പ്രിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഫുൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇത് ഒരു ചൈനീസ് കോളർ പോലെ, നമ്മുടെ ആൺകുട്ടികളുടെ ചൈനീസ് കോളർ പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ പുറകിൽ. ഇഷ്ടപ്പെട്ടോ?
ഇതിന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ട്രിവാൻഡ്രത്ത് പോയപ്പോഴാണ് ഈ ഡ്രസ്സ് ഞാൻ യൂഷ്വലി എന്താണെന്നറിയോ, നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് മുന്നേ ഒരു പർച്ചേസ് ഉണ്ട് കേട്ടോ. അതെല്ലാ പ്രാവശ്യവും നമുക്ക് നടക്കുന്നതാണ്. ആ സമയത്താണ് ശരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. ഒന്നെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ വരണം. ഫംഗ്ഷൻ പിന്നെ നമുക്ക് കുറേ നാളിന് ശേഷമാണ് ഇപ്പം നാത്തൂൻ്റെയും മഹേഷിനൊക്കെ കല്യാണം വന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ട്രിപ്പ് വരികയാണെങ്കിൽ നമ്മൾ അതിന് മുന്നേ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത ഒരു ഡ്രസ്സാണിത്. ഈ ഡ്രസ്സിന് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ട്രാവലൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. പിന്നെ ഈ ഡ്രസ്സിന് 2 പോക്കറ്റ് ഉണ്ട്. 2 പോക്കറ്റാണ് ഈ ഡ്രസ്സിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇത് കണ്ടോ, നമുക്ക് 2 പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ പോവാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ബോറടിച്ച് നിൽക്കില്ലേ. അപ്പം നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പം ഞാനിങ്ങനെ ഒരു പോക്കറ്റൊക്കെ ഉള്ളതാണെങ്കിൽ ഞാനിങ്ങനെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ മാറിയിരിക്കാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഈസി അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സിന് പോക്കറ്റ് ഉള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ ഇതും ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ, ഈ ബ്രാൻഡിൻ്റെ പേരെന്താണെന്നറിയോ, ബ്ലാ ബ്ലാ ബ്ലാ. സത്യമായിട്ടും ഞാൻ തമാശ പറയുന്നതല്ല, ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് തന്നെ അതാണ്, ബ്ലാ ബ്ലാ ബ്ലാ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആദ്യം കണ്ടിട്ട്. പിന്നെ ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്, കളറൊന്നും പോവില്ല, മെഷീൻ വാഷ് ചെയ്ത ഡ്രസ്സാണ്, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഇത് സ്ലീവ്ലെസ് ആണ്, സ്ലീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബോട്ട് നെക്കല്ല, പക്ഷെ ഒത്തിരി ഡീപ്പ് നെക്കും അല്ല. പക്ഷെ അതുപോലെ തന്നെ ബാക്ക് ഇതാ ഇതുപോലെയാണ്. പിന്നെ ആവശ്യത്തിനേക്കാളും ഇറക്കമുണ്ട് കേട്ടോ, നല്ല ഇറക്കമുള്ള ഡ്രസ്സ് കൂടിയാണ് ഇതിൻ്റെ. ഇത് ഞാൻ ലാർജ് സൈസാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എന്താ പറയുക, ഞാനിത് 3 പ്രാവശ്യം ഇത് വന്നിട്ട് തിരിച്ചു പോയ ഡ്രസ്സാണ്. അതായത് ഞാൻ ഒരു പ്രാവശ്യം ഡബിൾ എക്സൽ വാങ്ങിച്ചു. ഫസ്റ്റ് ഡബിൾ എക്സൽ വാങ്ങിച്ചപ്പോഴേക്കും ഭയങ്കര ലൂസായിരുന്നു. പിന്നെ അത് എക്സൽ, പിന്നെ ലാസ്റ്റ് ഞാനിത് ലാർജ് വാങ്ങിച്ചു. ലാർജ് വാങ്ങിച്ചപ്പോഴേക്കും എനിക്ക് കറക്റ്റ് സൈസിൽ കിട്ടി കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. ഇതും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ അതുപോലത്തെ ഡ്രസ്സുകൾ മാത്രമേ ഞാനിന്ന് കാണിച്ചു തരുന്നുള്ളൂ. കാരണം എൻ്റെ തന്നെ കുറേ ഡ്രസ്സുകൾ ഞാൻ വാങ്ങിച്ച് ഫ്ലോപ്പ് ആയതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതിന് ജസ്റ്റ് മുന്നേ കാണിച്ച പിങ്ക് ഡ്രസ്സിൻ്റെ സെയിം ബ്രാൻഡിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു യെല്ലോ ഡ്രസ്സ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ ഡ്രസ്സിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് 699 ആയിരുന്നു. ഈ ഡ്രസ്സിന് 799 ആണ് കേട്ടോ. ഇതും ആ ഡ്രസ്സ് പോലെ തന്നെ കുറച്ച് നല്ല ലെങ്ത് ഉള്ള ഡ്രസ്സാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പാൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ആങ്കിൾ ലെങ്ത്തിലുള്ള പാൻറ്റൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് നീ ലെങ്ത്തിലുള്ള ടൈറ്റ്സും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പ് വി ഉണ്ട്, ഡീപ്പ് വി നെക്കാണ്. പിന്നെ ഇത് എക്സൽ സൈസാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത്. പിന്നെ ആദ്യം എനിക്ക് ഈ ഡ്രസ്സ് വാങ്ങിച്ചപ്പം ഇതെനിക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഒരു നൈറ്റി മെറ്റീരിയൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഭയങ്കര കോട്ടൺ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ ആ സമയത്ത് എനിക്ക് വിമ്മിൻ്റെ ആ ഒരു കൊളാബറേഷൻ വന്നപ്പോൾ അവർക്ക് യെല്ലോ ഡ്രസ്സ് തന്നെ വേണമായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും എൻ്റെ കയ്യിൽ വേറെ യെല്ലോ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഡ്രസ്സ് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ. ഞാൻ ഈ ഡ്രസ്സിനെ ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു കളറും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ വീഡിയോസിലൊക്കെ ഈ കളർ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ ഈ ഡ്രസ്സിന് ഒരു പോക്കറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഡീപ്പായിട്ടുള്ള നമുക്ക് ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വൺ സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പിന്നെ ബാക്ക് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ബാക്ക്. ഞാൻ ഈ സൈസ് നോക്കിയിട്ടാണ് ആ പിങ്ക് സൈസ് വാങ്ങിച്ചത് കേട്ടോ. പിങ്കിൻ്റെ സൈസ് എക്സൽ വാങ്ങിച്ചത്. പക്ഷേ എക്സൽ വന്നിട്ട് അത് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ പിങ്ക് ഞാൻ ലാർജ് വാങ്ങിച്ചത്, ഇത് എക്സ്ട്രാ ലാർജാണ് കേട്ടോ. ഇതെൻ്റെ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു കഫ്താൻ കുർത്ത സെറ്റാണ്. ഞാൻ കഫ്താൻ നൈറ്റ് വെയർസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിത് എങ്ങനെ ഉണ്ടാവും, കാണാൻ ഭംഗി ഉണ്ടാവും എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ മഹേഷിൻ്റെ കല്യാണ ടൈമിൽ ഒരു 2 ഡ്രസ്സ് വാങ്ങിച്ചു. അങ്ങനെ അതിൽ വന്നൊരു ഡ്രസ്സാണിത്. ഇതിന് പാൻറ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കഫ്താൻ ഡ്രസ്സിന് എനിക്ക് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സൈസ് വന്നിട്ട് ലാർജാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഒരുപാട് വലുതായിട്ട് തോന്നി. എനിക്ക് തോന്നി ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ എനിക്ക് പെർഫെക്റ്റ് ആവുമായിരുന്നു. പക്ഷെ മീഡിയം സൈസ് വാങ്ങിക്കുമ്പം ഈ ബോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ അരയുടെ സൈഡിൽ, അതായത് നമ്മുടെ
വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ തിരിച്ച് പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ നിന്നില്ല. പകരം ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ആൻറ്റി ഡേയിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവരെനിക്കിതൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് തന്നു. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിലുള്ളത്. അല്ലെങ്കിൽ ഇതിനേക്കാളും വലുതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തടി ഒത്തിരി കാണുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതും ഞാൻ മിന്ത്രയിൽ വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു 699 എന്തോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. 699 ആണോ 799 ആണോ ഓർമ്മയില്ല. ആ ഒരു റേറ്റിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ നല്ല കോട്ടൺ കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ്. പ്യുവർ കോട്ടൺ അല്ല, പക്ഷെ എന്നാലും ഒത്തിരി ചൂട് നടിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ. സ്ലീവ്സ് ഇതെങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വെയർ, അതായത് പാൻറ്റിനും ഒത്തിരി ഒന്നും ലെങ്ത് ഇല്ല കേട്ടോ. ഒരു ഫുൾ ലെങ്ത് ഇല്ല, ഒരു ആങ്കിൾ ലെങ്ത്തിലുള്ളതാണ് ഇതിൻ്റെ ബോട്ടം. ആങ്കിൾ ലെങ്ത്തും അല്ല, എബോ ആങ്കിളിൽ നിൽക്കുന്ന ഒരു പാൻറ്റാണ് ഇതിൻ്റെ ബോട്ടം. പിന്നെ ഇതിൻ്റെ ഇതേ സെയിം ബ്രാൻഡിൽ 2 കളർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു അതുകൂടെ വാങ്ങിക്കാം. അതൊരു ഓറഞ്ച് കളറാണ്, ഇത് യെല്ലോ കളർ. പക്ഷെ ഒരു ഡിഫറൻസും ഇല്ല, രണ്ടും കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ആ രണ്ടാമത് വന്നതിനെ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ ഇതും ഒരു കുർത്തയല്ല, ഇതൊരു ഡ്രസ്സാണ്. ഇതും ഞാൻ സെയിം ബുട്ടീക്കിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ നാട്ടിൽ. നമ്മൾ ആദ്യം കാണിച്ചൊരു പിങ്ക് ഡ്രസ്സില്ലേ, ആ സെയിം ഡ്രസ്സ് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ച ഡ്രസ്സാണിത്. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതൊരു പ്യുവർ കോട്ടണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഇതിനൊരു സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് കുറച്ചൊരു ചൂടടിക്കുന്ന മെറ്റീരിയൽ ആണ്. പക്ഷേ ഇവരെന്താണെന്നറിയോ, അകത്ത് ഒരുപാട് ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് 2-3 ലെയേഴ്സ് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ചൂട് ഫീൽ ചെയ്യില്ല. പക്ഷെ പുറത്തൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് പെട്ടെന്ന് ചൂടെടുക്കുന്നൊരു മെറ്റീരിയലാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതിനും റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 1500 അടുത്ത് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലത്തെ മിറർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്ക് വന്നിട്ട് ഡീപ്പും കാര്യങ്ങളൊന്നുമല്ല, ബാക്കൊക്കെ ഇത് നോർമൽ ബാക്ക് നെക്കാണ്. ഒത്തിരി ലെങ്ത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത്രയും നല്ല ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി ലെങ്ത് അധികം ഉണ്ട്, നമ്മുടെ പിങ്കിനേക്കാളും ലെങ്ത് അധികം ഉള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു കളറും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണിത്, ഒരു കോമൺ കളർ അല്ല ഇത്. അപ്പം അതാണ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. പിന്നെ ഒരു 3/4 ലെങ്ത്തിൽ സ്ലീവ്സ് ഉണ്ട്. ഇതും നമ്മൾ കുറച്ചുകൂടി നമുക്കൊരു ഒക്കേഷണലി നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസും ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതും മിക്കവാറും നമുക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു എനിക്ക് തോന്നുന്നു ഏതൊരു വീഡിയോ ചെയ്തപ്പോഴേക്കും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടൊരു കുർത്തയാണ് കേട്ടോ ഇത്. ഞാൻ വ്ളോഗ്സിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എൻ്റെ ഷോർട്ട് വീഡിയോസിൽ ഒത്തിരി പേര് അന്വേഷിച്ചൊരു ഒരു ഡ്രസ്സാണിത്. ഇതിൽ എനിക്ക് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്ന ഡ്രസ്സ് ഏതാണ് നിങ്ങൾ ഇതിൽ താഴെ കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് കൂടെ പറയണേ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനും ഇതുപോലത്തെ ഫ്രിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നെക്ക് വന്നിട്ട് അത്ര ഡീപ്പ് വി അല്ല, പക്ഷെ ഇതൊരു വീനെക്കാണ്. വീനെക്ക് കുർത്താസ് എപ്പോഴും എനിക്ക് തോന്നുന്നു, കുർത്താസ് ആവട്ടെ വീനെക്ക് ഡ്രസ്സുകളാവട്ടെ, നമ്മൾ ഒരുപാട് തടി കാണിക്കാണ്ട് നമ്മളെ ഫിഗറിനെ കാണിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുകൾ വശത്ത് മാത്രം വർക്കൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഡ്രസ്സിനൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി തടി കാണില്ല, ഒരു മൊത്തത്തിലൊരു എന്താ പറയുക ചുരുങ്ങി നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പേഴ്സണലി. ഞാൻ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുമ്പം ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സാധാരണ ഡ്രസ്സുകൾ എടുക്കാറ്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് കാണിക്കാം കേട്ടോ. ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ച ഡ്രസ്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രസ്സാണ് കേട്ടോ ഇത്. ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് ഗുൽമോഹർ ജയ്പൂർ എന്ന് പറഞ്ഞിട്ട്. ഇതും ഞാൻ മിന്ത്രയിൽ വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 1000 rupees എന്തോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷെ ഇപ്പം അത് കറൻ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്കിന് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇതിൻ്റെ ഇതുപോലത്തെ വേറെ കളറിലുള്ള എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു അനാർക്കലി മോഡലുള്ള ഡ്രസ്സാണ്. സാധാരണ ഞാൻ ഈ അനാർക്കലി ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുക വളരെ കുറവാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാൻ അനാർക്കലി ഡ്രസ്സിൽ ഒരുപാട് തടി കാണുമെന്നൊക്കെ. കാരണം ബേസിക്കലി ഞാൻ കുറച്ച് തടിയുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങിക്കുമ്പം അത് വളരെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇതും ഒരു വലിയ പ്രതീക്ഷയില്ലാതെ വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. ഈ ഒരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു താഴെ വശത്ത് ഒത്തിരി ഫ്രിൽസ് ഒന്നും കൊടുത്തിട്ടില്ല അവർ. പക്ഷേ ഇതൊരു അനാർക്കലി മോഡലിലുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും ബോട്ടമിലാണ് അവരവിടെ ഫ്രിൽസ് നന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തടി കാണിക്കുന്നില്ല ഈ ഒരു
ഡ്രസ്സിലെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് പോയപ്പോഴേക്കും എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നന്നായിട്ട് മെലിഞ്ഞല്ലോ എന്ന്. പക്ഷെ ഞാൻ അങ്ങനെ മെലിഞ്ഞിട്ടൊന്നുമില്ല. ഈ ഡ്രസ്സിൻ്റെ ഒരു ഗുണമാണ് കേട്ടോ. പിന്നെ നെക്ക് വന്നിട്ട് ഒത്തിരി ഡീപ്പ് നെക്കൊന്നുമല്ല, ഇതും ഒരു ചെറിയൊരു വി നെക്കാണ്, ഒത്തിരി ഡീപ്പ് അല്ലാത്തതായിട്ട്. ബാക്ക് വന്നിട്ട് ബാക്ക് ഇതുപോലെ ബാക്കൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ. സ്ലീവ്സ് വന്നിട്ട് 3/4 ഉണ്ട്. അതുപോലെ തന്നെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് പോർഷനിലൊക്കെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ്സിൻ്റെ ഈ ടിപ്പിലും മിറർ വർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇതും ഞാൻ വാഷ് ചെയ്തു. കുറച്ച് ഷ്രിങ്ക് ആയി കേട്ടോ ഡ്രസ്സ്. പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് ടൈറ്റ് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ. പക്ഷേ ഇത് കുറച്ചുകൂടി ലൂസായിരുന്നു, ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ പാറ്റേൺ വന്നിട്ട് നമ്മുടെ ബാന്തനി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ ഈ ഗ്രീൻ കളർ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഗ്രീൻ കളറിലും എനിക്ക് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം പിന്നെ മഹേഷിൻ്റെ മെഹന്തി ഉള്ള പ്ലാനിലാണ് ഞാൻ ഗ്രീൻ ചൂസ് ചെയ്തത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബോട്ടം, കാരണം ഇത് നല്ല ലെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് വേറെ ലെഗിൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ലെഗിൻസും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ദുപ്പട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു ഫുൾ ചുരിദാറായിട്ട് അല്ലെങ്കിൽ ഫുൾ സൽവാർ സെറ്റായിട്ട് നമുക്കിതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു റേറ്റിൽ എനിക്ക് തോന്നുന്നു ഇത് വളരെ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ്. ഈ സമ്മറിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡ്രസ്സിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇതിനും ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു വ്ളോഗ് കണ്ടിട്ട് ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന്. അപ്പം ഇതാണ് ആ ഡ്രസ്സ്. ഇഷ്ടപ്പെട്ടോ? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള ഡ്രസ്സുകൾ, ഇതുപോലെ ഷേപ്പിൽ വരുന്ന ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഫോട്ടോസിലൊന്നും നമ്മൾ ഒരുപാട് തടി കാണിക്കാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്നാലും ഞാൻ കൂടുതലും സ്ലീവ്ലെസ് ഇടാറില്ല ഇപ്പോൾ. കാരണം നമ്മൾ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി കുറച്ചുകൂടി അധികം കൂടുതൽ കാണിക്കുന്ന എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളൊരു സൈഡിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഒരു കൈ ഫോക്കസ് ആയിട്ട് കുറച്ച് തടി അധികം കാണുന്നുണ്ടോന്ന്. അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഒരു എൽബോ ലെങ്ത്തിലോ അല്ലെങ്കിൽ ഒരു 3/4 സ്ലീവ്സുള്ള ഡ്രസ്സ് ഇടുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ലുക്കിൽ കുറച്ചുകൂടി എന്താ പറയുക മെലിഞ്ഞ് കാണുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു 10 ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഏതൊക്കെയാണ്, എനിക്ക് ഏതൊക്കെ ഡ്രസ്സാണ് സൂട്ട് ആവുന്നത്, ഞാൻ ഇനി ഏത് കളേഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഓൾമോസ്റ്റ് എൻ്റെ അടുത്തുള്ള എല്ലാ കുർത്തകളും ഡ്രസ്സുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്, വീഡിയോസിലൊക്കെ എപ്പോഴും കാണുന്നതാണ്. അപ്പം എനിക്ക് നന്നായിട്ട് സൂട്ടാവുന്ന കളർ ഏതാ, ഇനി ഞാൻ ഏതൊക്കെ കളേഴ്സാണ് ട്രൈ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇനിയിപ്പം ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാൻ അതിനൊരു വ്ളോഗായിട്ട് എന്തായാലും ചെയ്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് എന്താണെന്നറിയോ, ഞാൻ ഒരുപാട് ഡ്രസ്സുകളൊന്നും ഒരുമിച്ച് വാങ്ങിക്കാറില്ല, 1-2 ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് ചെയ്യാൻ മാത്രം എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഒന്നും അതുകൊണ്ടാണ് ഞാൻ സാധാരണ കാണിക്കാൻ പറ്റാത്തത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇനിയും ഇതുപോലെ എന്താ പറയുക, എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തോന്നുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇനി ഇവിടുത്തെ അമ്മയുടെയൊക്കെ കുറേ കുർത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് എൻ്റെ അമ്മയുടെയൊക്കെ സൈസ് ഒരുപോലെയാണ്, കുറച്ച് ലൂസായിരിക്കും എനിക്ക്, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇനി ആ ഒരു കളക്ഷൻസൊക്കെ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ കാണിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.